നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ റയൽ മാഡ്രിഡ് ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 എസ്പാനിയോളുമായിട്ട് സാന്റിയാഗോ ബെർണാബുവിലാണ് റയൽ മാഡ്രിഡ് ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ 5 കളികളിൽ നിന്ന് 3 വിജയവും 2 സമനിലകളുമായിട്ട് 11 പോയിൻ്റുള്ള റയൽ മാഡ്രിഡ് ലാലിഗയിലെ പോയിൻ്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ്. പക്ഷേ രണ്ടാമതുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനും 4-മതുള്ള വിയ്യാറയലിനും ഇതേ പോയിൻ്റുകൾ തന്നെയാണ്. ബാഴ്സ മാത്രമാണ് കൂടുതൽ പോയിൻ്റുകൾ നേടിയിട്ടുള്ളത്. 5 കളികളിൽ 5 വിജയിച്ചവർക്ക് 15 പോയിൻ്റുണ്ട്. 4 പോയിൻറ്റിൻ്റെ ഡിഫറൻസാണ് റയലും ബാഴ്സയും തമ്മിൽ ഇപ്പോൾ തന്നെ, അതായത് ലീഗ് തുടങ്ങിയപ്പോൾ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് ആഞ്ചലോട്ടിക്കും സംഘത്തിനും ചിന്തിക്കാനേ കഴിയില്ല. എസ്പാനിയോളിനെതിരെ വിജയിച്ച് കയറുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിനിടക്കാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അടുത്ത മത്സരങ്ങളിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യും. മാർക്കയുടെ റിപ്പോർട്ടാണ്. എസ്പാനിയോളിനെതിരെയോ അതിനുശേഷമുള്ള അലാവസിനെതിരെയുള്ള കളിയിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ലലീഗയിൽ തൻ്റെ ഡെബ്യൂവിൽ എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നുകൊണ്ട് ഗോളടിച്ചിട്ടുണ്ടായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിടിലൻ ഗോളടിച്ചുകൊണ്ട് അരങ്ങേറി. അവിടെയും സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് വാർത്ത. അതോടൊപ്പം തന്നെ ഫബ്രീസിയോ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡ് എൻട്രിക്കിൻ്റെ കാര്യത്തിൽ സൂപ്പർ ഹാപ്പിയാണ്. അത് പ്ലെയർ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വാൽഡോബാസിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിലും അവർ ഹാപ്പിയാണ്. തൻ്റെ ടീംമേറ്റ്സുമായിട്ടും ഡ്രസ്സിംഗ് റൂമിലും ഒക്കെ അദ്ദേഹം വളരെയധികം അഡാപ്റ്റഡായി കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം ക്ലോസ് ആണ്. നല്ല കണക്ഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവിടെയും ആഞ്ചലോട്ടിയോട് എൻട്രിക്കിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എൻട്രിക്ക് വിൽ സ്റ്റാർട്ട് ഇൻ വൺ ഓഫ് ദി നെക്സ്റ്റ് ഗെയിംസ് എന്നാണ്. അടുത്ത മത്സരങ്ങളിൽ ഒന്നിൽ എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ ഇതാ 18-കാരനായിട്ടുള്ള എൻട്രിക്ക് റയൽ മാഡ്രിഡിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അത് ഈ കളിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത മത്സരത്തിലായിരിക്കും എന്ന് വേണം മനസ്സിലാക്കൽ. എന്തായാലും ഈ എസ്പാനിയോളിനെതിരെയുള്ള കളിക്ക് വേണ്ടി ഇപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ കമവിംഗ, സെബയോസ്, അലാബ, ബ്രാഹിം എന്നിവരാണ് പ്രധാനമായും പുറത്തുള്ളത്. കമവിംഗ അധികം വൈകാതെ മടങ്ങിയെത്തുമെന്നാണ് സൂചനകളൊക്കെ. ഇപ്പോൾ സ്ക്വാഡിലുള്ളത് തിബോട്ട് കോർട്ടുവ, ല്യൂനിൻ ഫ്രാൻ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. അതുപോലെ ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, എദർ മിലിറ്റാവോ, ലൂക്കാസ് വാസ്കസ്, വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, മെൻഡി എന്നിവരുണ്ട്. മധ്യനിരയിലെ ബെല്ലിംഗാം, വാൽവർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗ്യൂളർ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കുമാണ്. എന്തായാലും മികച്ചൊരു പ്രകടനത്തോടു കൂടി റയൽ മാഡ്രിഡ് വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.